ലഡാക്കിന്റെ അവകാശങ്ങൾക്കായി പോരാടിയ സോനം വാങ്ചുക് 170 ദിവസങ്ങളുടെ ജയിൽവാസത്തിന് ശേഷം ഇപ്പോൾ സ്വതന്ത്രനായിരിക്കുകയാണ്. സർക്കാർ ചുമർത്തിയ NSA എല്ലാം പിൻവലിച്ചാണ്, അതായത് നാഷണൽ സെക്യൂരിറ്റി ആക്ട് എല്ലാം പിൻവലിച്ചാണ് അദ്ദേഹത്തെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു കോടതി വിധി ഹേബിയസ് കോർപ്പസ് നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ വിധി വരുന്നതിന് മുൻപ് സർക്കാർ സോനം വാങ്ചുക്കിനെ പുറത്തുവിടാൻ തയ്യാറായത്? അതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. 2025 സെപ്റ്റംബർ 26 സോനം വാങ്ചുക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ലഡാക്കിന് സംസ്ഥാന പദവിയും ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ പ്രകാരമുള്ള സംരക്ഷണം ആവശ്യപ്പെട്ട് അദ്ദേഹം നടത്തിയ സമരങ്ങൾക്കിടയിൽ ഉണ്ടായ ആക്രമണ സംഭവങ്ങൾക്ക് വാങ്ചുക്കാണ് പ്രേരണയായതെന്നായിരുന്നു സർക്കാരിന്റെ ആരോപണം. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി അങ്മോ സുപ്രീം കോടതിയെ സമീപിച്ചതോടെ ഈ അറസ്റ്റിന്റെ പൊള്ളത്തരങ്ങൾ ഓരോന്നായി പുറത്തു വന്നു. പഴയ FIRകൾ നിരത്തിയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുമാണ് NSA ചുമത്തിയെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സുപ്രീം കോടതി ബെഞ്ച് തന്നെ ഈ കേസിൽ ഇടപെടുകയും പ്രസംഗങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ നേരിട്ട് പരിശോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെയാണ് നിയമപരമായ മറ്റൊരു കാര്യം നടന്നിരിക്കുന്നത്. മാർച്ച് 17 ഈ കേസ് നിയമവിരുദ്ധമാണോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കാൻ ഇരിക്കെയാണ് മാർച്ച് 14 സർക്കാർ സോനം വാങ്ചുക്കിനെ എല്ലാ കേസുകളിൽ നിന്നും ഒഴിവാക്കി വെറുതെ വിട്ടിരിക്കുന്നത്. റിലീസ് ബിഫോർ ജഡ്ജ്മെന്റ് എന്നാണ് ഇതിനെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരു കോടതി ഒരു കേസ് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ പുറത്തുവിടുക. ഇതിന് പ്രധാന കുറച്ച് കാരണങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തടവ് നിയമവിരുദ്ധമായിരുന്നു എന്ന കോടതി വിധി ഒഴിവാക്കാം. ഭാവിയിൽ സമാനമായ രീതിയിൽ ആരെയും തടങ്കലിൽ വയ്ക്കാൻ സർക്കാരിന് തടസ്സമില്ലാത്ത വിധം നിയമപരമായ കീഴ്വഴക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കും. സോനം വാങ്ചുക് പുറത്തു വരുന്നത് ആശ്വാസകരമാണെങ്കിലും സുപ്രീം കോടതി ഈ കേസ് പൂർണ്ണമായി അവസാനിപ്പിക്കരുത് എന്നാണ് നിയമനിരീക്ഷകർ ആവശ്യപ്പെടുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഒരു വ്യക്തിയുടെ 170 ദിവസത്തെ ജീവിതമാണ് ഭരണകൂടം തട്ടിയെടുത്തത്. ഈ തടവ് നിയമപരമായിരുന്നു എന്ന് വ്യക്തമാക്കേണ്ടത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. മുമ്പ് ബീഹാർ സർക്കാരുമായി ബന്ധപ്പെട്ട കേസുകളിലും മറ്റും തടവുകാരനെ വിട്ടേച്ച ശേഷം ആ തടവ് നിയമവിരുദ്ധമാണെന്ന് കോടതി പ്രഖ്യാപിക്കുകയും നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി, NSA പോലെയുള്ള കരിനിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കർക്കശമായ മാർഗനിർദ്ദേശങ്ങൾ കോടതിയിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. വാങ്ചുക്കിന്റെ കാര്യത്തിൽ പ്രസംഗങ്ങളുടെ വിവർത്തനം പോലും തെറ്റായാണ് ഹാജരാക്കിയതെന്ന് ആക്ഷേപമുണ്ട്. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കുക എന്നത് ഒരു പൗരന്റെ മൗലികാവകാശമാണ്. സോനം വാങ്ചുക്കിന് സർക്കാർ നൽകിയത് ഔദാര്യമല്ല, അദ്ദേഹത്തിന്റെ അവകാശമാണ്. ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറിയുള്ള സർക്കാരുകളുടെ ഭരണകൂടങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ ജനാധിപത്യത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണെന്ന് പറയാതെ വയ്യ.